ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്വിസ് റോൾ കേക്കുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ ഈ ഒരു സ്പൂണിന് 8 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് അതേ സ്പൂണിന് തന്നെ 2 സ്പൂൺ കൊക്കോ പൗഡർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കൊക്കോ പൗഡർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചോക്ലേറ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിതിലേക്ക് അതേ സ്പൂണിന് തന്നെ 1 സ്പൂൺ കോഫി പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്യണം. ഇനി ഇതൊന്ന് നമുക്ക് 2-3 പ്രാവശ്യം തരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായി തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ഈ ഒരു ഫ്രൈ പാനിലാണ് സ്വിസ് റോൾ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ ഡ്രൈ ആയ ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇത് വെച്ച് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാർ ഉപയോഗിച്ചോ ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഫൈനായി പൊടിച്ചത് കുറേശ്ശെയായി ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച മൈദ മിക്സ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്യണം. നന്നായി നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ വെച്ചൊരു 20 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മളത് ഇങ്ങനെ എടുത്ത് കുത്തി നോക്കിയാൽ ഇതിലൊന്നും പറ്റിയൊന്നും പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഞാനെടുത്ത കൊക്കോ പൗഡർ കുറച്ച് കളർ കുറവായിരുന്നു, അതുകൊണ്ടാണ് ഇതിങ്ങനെ നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിങ്ങനെ സ്ക്വയർ രൂപത്തിൽ മുറിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഷുഗർ സിറപ്പ് ഒഴിച്ച് ക്രീം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പം ഞാനിത് 2 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എടുത്തപ്പോൾ ഇത് കട്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.